ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഡെയിലി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ഒരു നോർമൽ ഡേയിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുതിരക്കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ ബൂസ്റ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊന്നും പറ്റണില്ല, അതൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അവൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒരു റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് കൊടുത്തു നോക്കാം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ 1 year old ബേബീസിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നോക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യിൽ 1 ടേബിൾ സ്പൂൺ റവ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതേപോലെ തന്നെ ആപ്പിളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആ വെള്ളത്തിൽ ഇതിനൊന്ന് കുക്കാക്കി എടുക്കാൻ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര, ശർക്കര, പനകൽക്കണ്ടം നമുക്ക് ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായി വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പാലും കൂടിയും ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ഇതേ സംഭവം റെഡിയാണ്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് റുവ ബേബിക്ക് കൊടുത്ത് നോക്കണം. റുവ മോൾ ഇപ്പം എന്നും രാവിലെ എണീച്ച് അപ്പം തന്നെ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കൂടി കൂട്ടാം. പിന്നെ അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, കുറച്ച് ടൈം എടുത്തിട്ടാണ് കഴിക്കുക. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ അയിൻ ബേബിക്ക് മരുന്ന് കൊടുക്കാണ്ടായിരുന്നു, വൈറ്റമിൻ്റെ, അത് കൊടുത്ത് പിന്നെ ഇതേ എണ്ണൊക്കെ തേച്ചിട്ട് ഉമ്മ അയിൻ ബേബിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റുവ ബേബി ആണെന്നുണ്ടെങ്കിലും അവിടെ എണ്ണ തേച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അടുത്തത് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അയിൻ ബേബി ഇതേ ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അയിൻ ബേബിക്ക് പാൻറ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതൊന്നും പാകം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പാകമായതാണ്. റുവ ബേബി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് പിരികൊക്കെ എഴുതി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റുവ ബേബി എന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് ആദ്യം കഴിച്ചു നോക്കിയിട്ടാണ്. പിന്നെ ഞാനിങ്ങനെ കൊടുത്ത്, അപ്പോൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് കൊണ്ടുപോവാ, നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് പോവാന്നൊക്കെ പറയുമ്പോഴാണ് മറ്റാളെ ഹാപ്പി ആയിട്ട് ഒന്ന് വായ തുറക്കണ്ടായിരുന്നത് കേട്ടോ. അത്ര ഇഷ്ടപ്പെട്ട പോലെ ഒന്നും കാണില്ല. പക്ഷെ ഇപ്പം എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് റിയാക്ഷൻ. അങ്ങനെ കഴിക്കണമൊന്നുമില്ല ആള്. അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് കുറച്ചൊക്കെ ഇവിടെ ഇരുന്നിട്ട് കൊടുത്ത്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടും കുറച്ച് കൊടുത്തിട്ടാ. ഡോറ് തുറന്ന് ഓക്കെ അമ്മ തുറന്നുതരാം കേട്ടോ. പോവാ, ബൈ ബൈ, ഇറക്കി തരാം. ഇറങ്ങിക്കോ, ടാറ്റാ. റുവാടെ ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടിയാണിത്. ആരുടെയെങ്കിലുമൊക്കെ ചെരുപ്പ് താഴെ എടുക്കണ കണ്ടുകഴിഞ്ഞാൽ അത് എടുത്തു കൊടുത്തിട്ട് ബെഡ്മ കയറ്റി വെക്കാം. എന്ത് കണ്ടിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയില്ല കേട്ടോ. എപ്പോഴും അതെ, നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാലും അവളത് കേൾക്കില്ല. ആരുടെയെങ്കിലും ചെരുപ്പ് കണ്ടാൽ മതി അപ്പോൾ എടുത്തിട്ട് അത് ബെഡിൽ കയറ്റി വെക്കും കേട്ടോ. അപ്പം ഞാനിതേ ഒരെണ്ണം എടുത്ത് താഴെ ഇട്ടപ്പോൾ മറ്റേ ചെരുപ്പ് എടുത്തിട്ട് വേഗം ഓടിപ്പോയിട്ടാണ് ഞാൻ അത് വാങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ അയിൻ ബേബീനെ ഉറക്കിയിട്ടുണ്ട് തൊട്ടിയിൽ കിടത്തിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഉമ്മയുടെ നിസ്കാരമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഉമ്മ അതേ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ റുവാനെയും കൂടിയും ഉറക്കാമെന്ന് കേട്ടോ. ഈ ഒരു ഉച്ച ടൈം ആകുമ്പോൾ രണ്ടുപേരും ഒന്ന് ഉറങ്ങലുണ്ട്. അപ്പോൾ റുവാനെ ഈ ഒരു ഊഞ്ഞാലിൽ കിടത്തിയിട്ട് ആട്ടിയിട്ടാണ് ഉറക്കില്ല. അപ്പം ഞാൻ അങ്ങനെ ഉറക്കി കൊടുക്കുകയാണ്. ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ നല്ല സ്വഭാവത്തിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ കരച്ചിലും ഉറക്കം വന്നിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇതേ റുവാനൊക്കെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ താത്തയും ചീത്തും ചിയാമും കൂടിയിട്ട് ഇതേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. രണ്ടുപേരാണെങ്കിൽ നല്ല ഉറക്കത്തിലായി. അപ്പോൾ താത്ത വരുമ്പോൾ കൊടുന്നതാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ കഴിച്ചിട്ടാണ്. അപ്പോൾ
അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് താത്താട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ചോറിലേക്ക് ഈ ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ പച്ചക്കറി ഉണ്ട്, ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ട്, പിന്നെ മുതിര ഉപ്പേരി ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ താത്താനായിട്ടും വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. താത്ത ഇങ്ങോട്ട് വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയാമൻ്റെ പല്ല് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പറയാനായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അവൾ പറിക്കാൻ സമ്മതിക്കണില്ല. അപ്പോൾ ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ അതൊന്ന് തൊട്ടാൽ മതി അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കൊടുന്നിട്ടുള്ള കേട്ടോ. നോക്കട്ടെ, ചിയാമൻ്റെ പല്ല് പറിച്ചാ? ഓ ഓ, പല്ലെവിടെ? ഇതെന്താ ചെയ്യാമോ പല്ല് അയിനു ബേബിയേ. പോവാ അവരെ കൂടെ, ടാറ്റ പോവാ. അങ്ങനെ താത്തയും ചിയാമും ചെയ്തൊക്കെ പോണ ടൈമിൽ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേ നല്ല മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ ചാറണുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് അവരെ അങ്ങോട്ട് ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വന്ന്. അപ്പോൾ അതേ ഉമ്മ വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ, അതിൻ്റെ റെസിപ്പി വീഡിയോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചതാണ്. അങ്ങനെ അതേ ഫുൾ ബ്രെഡും ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. ഇക്കുവാണെന്നുണ്ടെങ്കിൽ വരാൻ ലേറ്റ് ആയിട്ടാണ്. നമ്മൾ ഇക്ക് വന്നിട്ട് ചായ കുടിക്കുക ബ്രെഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നെ ഇക്ക് വരുമ്പോഴത്തേക്കും അതുവരെ റുവാക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ബുക്കും കളർ പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഈ ബുക്കൊക്കെ കൊടുത്തിട്ട്. അത് കാരണം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ അതിൽ നിന്ന് പെൻസിലും ഇതൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് തൊട്ടിട്ട് റുവാക്ക് ഈ ബുക്കിൽ വരയ്ക്കാൻ കൊടുക്കുമ്പം ഏത് ദിവസമാണ് വരയ്ക്കണമെന്ന് വെച്ചാൽ ആ ഡേറ്റൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവൾ ഫസ്റ്റ് ടൈം വരയ്ക്കണത് ഈ ഒരു ബുക്കിലാണ്. അപ്പോൾ അവൾ ആദ്യത്തെ ഈ ഒരു ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഒരു മെമ്മറി ആയിട്ട് എടുത്തേക്കാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഓരോ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെ നോക്കുമ്പോൾ അവൾക്ക് പെൻസിൽ കറക്റ്റായിട്ട് പിടിക്കാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ ആ വരകളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം നല്ല മുറുക്കനെ പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അവൾ വരച്ചത്. അങ്ങനെയൊക്കെ ആയിട്ട് അവൾ വരച്ച് നിൽക്കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇക്ക് വന്ന് ഇക്കനോട് എനിക്ക് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ കണ്ടപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഇക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരണ്ടാന്നൊക്കെ. അപ്പോൾ ഇക്കത് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ റുവ ബേബി അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ ഡ്രോയിങ് വെച്ചത്. നോക്ക്, നല്ല കളറിലൊക്കെ വരച്ചേക്കണം. മുന്നത്തെ എടുത്ത് നോക്കി ബാക്കില് എന്താ കുഞ്ഞായിട്ട് വരച്ച, അതിൻ്റെ മുന്നത്തതുണ്ട്. അപ്പൊ പിടിക്കാൻ അറിയണ്ടായിരുന്നില്ല, ഇപ്പൊ അത് പിടിച്ചിട്ട് നല്ല മുറുക്കനെ വരച്ചിട്ടുണ്ട്. അതിനിപ്പോ മറ്റേ ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പിടിക്കണ്ടല്ലോ, പിടിച്ചെടുക്കണ്ടല്ലോ. പിന്നെ കുറച്ച് ടൈം യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിരുന്നിട്ടെ. ഇപ്പം മെയിനായിട്ട് കാണുന്നതാണ് ഇവരുടെ വീഡിയോ, ഈ ബൂം ബാങ്ങിൻ്റെ വീഡിയോ. ഞാൻ മുമ്പും കണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കൂടിയും കാണാൻ ഇഷ്ടം കൂടുതലായിട്ട്. ഇപ്പോൾ ഈ 2 ബേബീസും കൂടി ആയപ്പം അവരുടെ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവരുടെ പുതിയ ഓരോ വീഡിയോസ് വരുമ്പോഴത്തേക്കും അപ്പോഴേക്കപ്പം കാണുന്ന ഒരാളായിരിക്കണം കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളും അവരുടെ വീഡിയോസ് കാണാറുണ്ടോ, ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ രാത്രിക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി ഈ ഒരു സമറിൻ്റെ ഉള്ളിൽ സോസേജ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിച്ച് റുവ ബേബിക്കാണെന്നുണ്ടെങ്കിലും സോസേജും സോസൊക്കെ കൂടിയിട്ട് അവളെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിക്കണുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറക്കമില്ലാത്ത 2 കുട്ടികളും ഞാനും കൂടിയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇക്കുറു ബേബിനെ ഉറക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച് ഐസ്ക്രീം ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാം, രാത്രി എന്തായാലും കുറേ നേരം ഉറക്കൊളിച്ച് ഇരിക്കാനുള്ളതല്ലേ. അപ്പം ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും മറന്നുപോയി രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഐസ്ക്രീം കഴിക്കാൻ.
പിന്നെ നല്ലോണം നേരം വൈകിയപ്പോൾ ഇക്കുപ്പ വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ച്. പിന്നെ റുവ ബേബി അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്കും കുറച്ച് കൊടുത്തിട്ടാ. അങ്ങനെ ഇതേ 2 ബേബീസും കൂടിയിട്ട് അവിടെ കളിച്ചും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. റുവാക്കാണെങ്കിൽ ഈ ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പാവൂട്ടാ. അപ്പോൾ ഞാനൊരു സോസേജ് എടുത്ത് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഞ്ഞി കൊടുത്തിട്ട് കുടിക്കണ്ടായിരുന്നില്ല പിന്നെ. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് കൊണ്ടുപോയിട്ട് ഒരു കേക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടാ. രാത്രി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എൻ്റെ 2 മക്കൾക്കും ഭയങ്കര ഉഷാറാണ്. റുവ കണ്ടില്ലേ, അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, അങ്ങനെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരിക്കണ്ട ഉറങ്ങാണ്ട്. രാവിലെ ഇവർ കിടന്ന് ഉറങ്ങും കേട്ടോ. ഉച്ച ടൈമിൽ ഉറങ്ങൂലേ, അങ്ങനെ കുറച്ച് ടൈം ഉറങ്ങും. അയിൻ ബേബി ആണെങ്കിലും രാവിലെ തൊട്ടിയിലൊക്കെ കിടന്നിട്ട് ഭയങ്കര ഉറക്കമാണ്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ തൊട്ടിയിൽ കിടക്കുന്നതിന് ഫുൾ കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഇതേ പിന്നെ കരച്ചിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ആ ടേബിൾമൊക്കെ ഇടുന്ന്. പിന്നെ ഞാനിത് അവനെ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്ന് ആട്ടി നോക്കി, പിന്നെ കുറച്ച് നേരം അവനെടുത്ത് നടന്ന്, അങ്ങനെ ലാസ്റ്റ് അവരെല്ലാവരും ഉറങ്ങി. അങ്ങനെ ഇത്രയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു നോർമൽ ഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.